വെയിറ്റ് ലോസിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മണ്ടത്തരങ്ങളൊന്നും സംഭവിക്കുകയില്ല. അത് മാത്രമല്ല, പെട്ടെന്ന് തന്നെ തടി കുറയ്ക്കാനും പറ്റും. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർച്ചിൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസോ വേണമെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എനിക്ക് തടി ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ എവിടെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കണ്ടാലും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി കുറേ ഇൻഫർമേഷൻ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എൻ്റെ തലയിൽ. എന്നിട്ട് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ. പക്ഷേ ആ ഇൻഫർമേഷനിൽ പലതും തെറ്റായിരുന്നു എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഒന്നാമത്തെ മണ്ടത്തരം അതെന്താണെന്നറിയോ? ഞാൻ വിചാരിച്ചു, എന്താ പറയുക, നമ്മളൊക്കെ ഈ കാർബ്സ് മുഴുവൻ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ചോറ്, ഗോതമ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കുറയുള്ളൂ. ചോറ് കഴിക്കാൻ പാടില്ല, ഗോതമ്പ് കഴിക്കാൻ പാടില്ല, ബ്രെഡ് കഴിക്കാൻ പാടില്ല, ചപ്പാത്തി കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ, ഇത് മൊത്തം മാറ്റണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഈ കാർബ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സിമ്പിൾ കാർബ്സും ഉണ്ട്, കോംപ്ലക്സ് കാർബ്സും ഉണ്ട്. അതായത് ഈ കോംപ്ലക്സ് കാർബ്സിൽ പെട്ടതാണ് നമ്മുടെ ചോറ്, ചപ്പാത്തി, ഗോതമ്പ്, ബ്രെഡ്, വീറ്റ് ബ്രെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ സത്യത്തിൽ ശരീരത്തിന് ഒരു പരിധിവരെ ഈ കോംപ്ലക്സ് കാർബ്സ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടത് ഏത് കാർബ്സാണ്? നമ്മൾ ഒഴിവാക്കേണ്ടത് പറഞ്ഞത് സിമ്പിൾ കാർബ്സ് എന്ന് പറയുന്ന നമ്മളുടെ ബിസ്ക്കറ്റ്, കുക്കീസ്, അതുപോലെ എന്തെങ്കിലും എന്താ പറയുക, സ്നാക്സിൽ വരുന്ന കുറേ സാധനങ്ങളുണ്ട്. അങ്ങനത്തുള്ള സിമ്പിൾ കാർബ്സ്, അതിനകത്ത് കാർബ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. ഇനി എൻ്റെ മണ്ടത്തരം നമ്പർ 2. ഞാൻ വിചാരിച്ചിരുന്നത്, ശരിക്കും ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് വാങ്ങാൻ കിട്ടുമല്ലോ, പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ ലോ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ലോ ഫാറ്റ് പാസ്ത, ലോ ഫാറ്റ് നൂഡിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, ആട്ട നൂഡിൽസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചാൽ നമുക്ക് പറഞ്ഞതുപോലെ കുറച്ച് ഹെൽത്തി ഓപ്ഷനിലായിരിക്കുന്നു നമ്മൾ ആട്ട നൂഡിൽസാണ് കഴിച്ചത്, നമ്മളല്ലെങ്കിൽ ഗോതമ്പിൻ്റെ എന്തെങ്കിലും സാധനങ്ങളാണ് കഴിച്ചത് എന്നൊക്കെ. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു ഗൈസ്. അതായത് അതിൻ്റെ അകത്ത്, അതായത് ന്യൂട്രീഷണൽ വാല്യൂ എടുത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന സാധാരണ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെക്കാളൊക്കെ ഹൈ കലോറിയാണ് ഈ സാധനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ നോട്ട് ചെയ്യാത്തൊരു കാര്യം, ഇതിൻ്റെ അകത്ത് കുറച്ച് ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ ഫാറ്റ് അല്ലാതെ കുറേ പ്രോസസ്ഡ് ആയിട്ടുള്ള കുറേ ആവശ്യമില്ലാത്ത കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ കാണുകയാണെങ്കിൽ, മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ, ഈവൻ അടുത്ത് 0 മൈദ എന്ന് എഴുതി വെച്ചാലും, 0 ഷുഗർ എന്ന് എഴുതി വെച്ചാലും, 0 ഫാറ്റ് എന്ന് എഴുതി വെച്ചാലും, അതെടുത്തിട്ട് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കുക. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് എത്രത്തോളം ഷുഗർ ഉണ്ട്, ഇത് എത്രത്തോളം ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട് എന്നൊക്കെ. അതല്ലാതെ നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് ഇമാതിരി സാധനങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കുറയുന്നതിന് പകരം തടി പിന്നെ കൂടുകയാണ് ചെയ്യുക. മണ്ടത്തരം നമ്പർ 3 അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ചില സമയത്ത് കഴിക്കാൻ തോന്നില്ല, അപ്പോൾ ഞാനതങ്ങ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്ന എപ്പോഴെങ്കിലും ഒരു സമയത്തായിരിക്കും ഞാൻ പിന്നെ എന്തെങ്കിലും കഴിക്കുക. അതായത് ചിലപ്പോൾ ഒരു 11:30 അങ്ങനെയുള്ളൊരു സമയത്തൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കഴിക്കുന്നത് കൂടുതലും ചിലപ്പോൾ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ എന്താ വിചാരിക്കുക, രാവിലെ നമ്മളൊരു ഹെവി മീൽ കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഈ ലൈറ്റായിട്ടുള്ള സ്നാക്സ് അല്ലേ ഞാൻ കഴിച്ചത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, കുറച്ചല്ലേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അപ്പോൾ പ്രശ്നമില്ല, എൻ്റെ തടി കുറയും. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. അതായത് ഹെവി ആയിട്ടുള്ള മീലൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് സ്നാക്സിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് ഭയങ്കര മണ്ടത്തരായിരുന്നു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ വെയിറ്റ് കൂടും എന്നൊക്കെ നമ്മൾ പറയുന്നത് സത്യത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നന്നായിട്ട് ഫുള്ളായിട്ട് കഴിച്ചാൽ നമ്മൾ ഇടയ്ക്ക് അൺഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വയറ് ഫുള്ളായതുകൊണ്ട് നമ്മൾ വേറൊരു സാധനവും എടുത്ത് കഴിക്കാൻ വേണ്ടി പോവില്ല. അപ്പോൾ രാവിലത്തെ മീൽ ആക്ച്വലി ഫുള്ളായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇടയിൽ ഒരു 11:30 ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു 4 നട്ട്സോ ഒക്കെ കഴിച്ചാൽ തന്നെ പിന്നെ ഉച്ചക്കലത്തെ മീൽ കഴിക്കുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമുക്ക് അതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ക്രേവിങ്സ് വരികയോ അല്ലെങ്കിൽ വിശപ്പ് കൂടുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
അതാണ് സത്യത്തിൽ ഒരു ഹെൽത്തി ഈറ്റിംഗ്. മണ്ടത്തരം നമ്പർ 4, ഞാൻ പലപ്പോഴും നമ്മൾ രാത്രിയിലെ ഫുഡ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തടി കുറയും എന്ന് വിചാരിച്ചിട്ട് പല സമയത്തും രാത്രിയിലെ മീൽസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ രാത്രി നമ്മളൊരു 11, 12, 1 മണി വരെയൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ പോകും. ഇന്ന് ഞാൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2 മണിയാകുമ്പോഴായിരിക്കും ഹെവി ആയിട്ട് വിശക്കുന്നതും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ കുറേ സാധനങ്ങൾ കഴിക്കുന്നതും. ആ സമയത്ത് കയ്യിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും കഴിക്കുക. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ ചിലപ്പം വലിയൊരു മീലൊന്നും ആയിരിക്കില്ല കഴിക്കുക. അതായത് ചപ്പാത്തി കഴിക്കുകയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആയിരിക്കില്ല കഴിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന പോലെ സ്നാക്സ് അല്ലെങ്കിൽ ഷുഗറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ രാത്രി ഇരുന്ന് കഴിക്കും. എന്ത് ചെയ്തിട്ട്? ഈ രാത്രിയിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട്. അത് ഞാൻ കാണിച്ച വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. കാരണം നമ്മൾ രാത്രിയിൽ എത്രത്തോളം ലേറ്റായി ഭക്ഷണം കഴിക്കുന്നോ അത്രത്തോളം നമുക്ക് വിശപ്പ് വരാനും ഈ കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടും. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഒരുപാട് കഴിച്ചിട്ട് നമ്മൾ തടി കുറയുന്നതിന് പകരം തടി കൂടാറുള്ളത്. മണ്ടത്തരം നമ്പർ 5 അതെന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ എടുത്തിട്ട് ഫാസ്റ്റിങ് ചെയ്ത് തടി കുറയ്ക്കുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. അതായത് പട്ടിണി കിടന്ന് തടി കുറയ്ക്കുക എന്നുള്ളത് ഞാനങ്ങനെ പല സമയത്ത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, 2 ദിവസമൊക്കെ പട്ടിണി കിടക്കാം, അല്ലെങ്കിൽ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള പല പല പരിപാടികൾ പിടിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചില സമയത്ത് അങ്ങനെ ഫാസ്റ്റിങ്ങിന് വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോഴും എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഫാസ്റ്റിങ് കഴിഞ്ഞ് അത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ എന്താ പറയുക, കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് അതിനകത്തു നിന്നുള്ള എല്ലാം ഭയങ്കര ഫാറ്റ് കണ്ടൻറ്റുള്ള കുറേ സാധനങ്ങൾ ഞാൻ കഴിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനമാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ കൂടുതൽ പോർഷൻ കഴിക്കും. കൂടുതൽ സമയത്തും എനിക്ക് പറ്റാറുള്ളത് പല പല സാധനങ്ങൾ, ഇപ്പോൾ ബീഫ് അല്ലെങ്കിൽ ഹൈ ഫാറ്റ് കണ്ടൻറ്റുള്ള അങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ട് അതിൽ നിന്നുള്ള കുറേ പീസസ് ഞാൻ കഴിക്കും. ഇതാണ് മെയിനായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ സത്യത്തിൽ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് കലോറി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളുടെ ബോഡിക്ക് സംഭവിക്കുന്നത് ബോഡിയുടെ ഫാറ്റ് കുറയുക എന്നുള്ളതാണ്. പക്ഷെ അതേസമയം നമ്മൾ ഈ പട്ടിണി കിടന്നിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ, ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് സംഭവിക്കുക നമ്മളുടെ ശരീരത്തിലെ മസിൽ മാസ് കുറയുകയാണ് ചെയ്യുക. അതായത് മസിൽ മാസ്സായിട്ടുള്ള ആ ഒരു പോർഷനാണ് ആക്ച്വലി മസിലാണ് ഉരുക്കി പോകുന്നത്. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഭയങ്കര ഫിറ്റായിട്ട് ഫീൽ ചെയ്യത്തില്ല. അത് മാത്രമല്ല നമുക്ക് കൂടുതൽ ക്ഷീണം വരാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഈ മണ്ടത്തരങ്ങളൊക്കെ മണ്ടത്തരങ്ങളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ആദ്യം സംഭവിച്ചത് വെയിറ്റ് ലോസ് ചെയ്യാനുള്ള പകുതി ആവേശം അങ്ങ് പോയെന്നുള്ളതാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ക്വിക്ക് ഫിക്സസ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയല്ല, നമ്മൾ ആക്ച്വലി ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം. അതായത് എന്താ പറയുക, ഒരു മോഡറേറ്റ് ഗോള് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യുക. ഒരുപാട് കൂടുതലും പോണ്ട, ഒരുപാട് കുറവും പോണ്ട, അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്താൽ വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടും. അതായത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്താണോ കറക്റ്റായിട്ട് ചെയ്തു പോകുന്ന ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആവേശം കൂടും. ആൻഡ് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ബോഡിയും ഓരോ തരത്തിലാണ് ആക്ച്വലി റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ഈ വെയിറ്റ് കുറയ്ക്കുമ്പോൾ. അപ്പോൾ എനിക്കെടുത്ത സമയമായിരിക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് എടുക്കുന്നത്. ചിലപ്പോൾ എന്നെക്കാൾ മുമ്പേ വെയിറ്റ് നിങ്ങൾക്ക് കുറയാം, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സമയം ചിലപ്പോൾ എടുത്തേക്കാം. പക്ഷേ ഒരു മാസത്തിൽ ഒരു 1 കിലോ എങ്കിലും അല്ലെങ്കിൽ ഒരു 1.5 കിലോ എങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. സ്ലോ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഹെൽത്തി ആയിട്ടായിരിക്കും പോകുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ബോഡിയിൽ വെയിറ്റ് കുറയ്ക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അതൊന്നും ഇല്ലാതെ ആയിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ 1 കിലോയോ 1.5 കിലോയോ ഒക്കെ മാത്രം കുറയുന്നുണ്ടെങ്കിൽ തന്നെ കുറയുന്നുണ്ടാവാം. അപ്പോൾ അത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണെന്ന് തന്നെ മനസ്സിലാക്കണം. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. അപ്പോഴും നമ്മളൊരു മാക്സിമം ഒരു 1 ഇയറോ ഒക്കെ എടുത്തിട്ട് നമുക്കൊരു 10 കിലോ ഒക്കെ കുറയ്ക്കാം എന്നൊക്കെ വിചാരിച്ചാൽ മതി. ബിക്കോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസമുണ്ട്. 1 കിലോ വെച്ചിട്ട് ഒരു മാസം കുറച്ചാൽ പോലും 12 കിലോ കുറയ്ക്കാൻ പറ്റും ഒരു വർഷം. പക്ഷേ ഈ 12 മാസം ഒന്നും എടുക്കാതെ ഒരു മാസം കൊണ്ട് തന്നെ ഒറ്റയടിക്ക് 4 കിലോയാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. അപ്പം അത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെ കൊണ്ട് പറ്റും. ബിക്കോസ് ഞാൻ അത്രയും മടിച്ചായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഞാനാണ് ഈ കോലത്തിലിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് പറ്റും. അപ്പോൾ ആരെങ്കിലും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമാണിപ്പോൾ.
ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്തോ, ഒട്ടും മടിക്കണ്ട. ആൻഡ് ഇപ്പോൾ ഉള്ള കറൻറ്റ് വെയിറ്റ് എത്രയാണെന്ന് താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു 1, 2, 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരുന്ന മാറ്റം കാണാൻ സാധ്യത എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാനീ പറയുന്നത് അത്ര ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഓരോരുത്തരും തടി കുറച്ച കഥ എന്നോട് പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരാൾ പോലും അത് പറയാൻ മടിക്കരുത്. അത് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. എനിക്കത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ലവ് യു.